നമസ്കാരം, എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് വികാസവാണിക്കടുത്ത ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നു നിൽക്കുന്നത്. 6.25 സെൻറ്റ് സ്ഥലത്ത് 2850 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കാണുന്ന ഒരു വീടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വീട് നമുക്ക് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് ശരിക്കും ഒരു 8 മീറ്റർ റോഡ്, അതായത് കാക്കനാട് നിന്ന് വരുന്ന റോഡാണ്, കാക്കനാട് വികാസവാണിയിൽ നിന്ന് വരുന്ന റോഡാണ്. 8 മീറ്റർ വീതിയുള്ള റോഡ് സൈഡിൽ തന്നെയാണ്, ഈ ഫ്രണ്ടേജ് തന്നെയാണ് ഈ വീട് ഇരിക്കുന്നത്. മനോഹരമായ ഒരു വീടാണ്. ഇതിൻ്റെ ഗേറ്റ് മതിൽ തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മതിൽ തുടങ്ങുന്നത് ഇതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ ഇതാണ്. മനോഹരമായി തന്നെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മതിൽ വരുന്നത് ഇവിടെ വരെ വരുന്നുണ്ട്, ഈ ഭാഗം വരെ വരുന്നുണ്ട്. ഇവിടുന്ന് റോഡ് അകത്തേക്കും പോകുന്നുണ്ട് കേട്ടോ, അകത്തേക്കും പോകുന്നുണ്ട്. നമുക്ക് നേരെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറാം. നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ ഫോർച്ചാണ് ഇവിടെ. ശരിക്കും നമുക്ക് എത്ര വലിയ വാഹനങ്ങൾ. ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു കിണറുണ്ട്, നല്ല ശുദ്ധമായ വെള്ളമാണ്. നോക്കി, അതുപോലെ തന്നെ ഇവിടെ നല്ല മനോഹരമായി തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗാർഡനെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്കൊരു 4 വലിയ കാറുകൾ, ഇന്നോവ ആണെങ്കിൽ ഒരു വലിയ XUV പോലത്തെ വാഹനങ്ങളൊക്കെ 4 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. വേണ്ട, ഇവിടെ ഒരു 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. മൊത്തം ഒരു 4-5 വാഹനം പാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഈ സൈഡിൽ മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. വേണ്ട, ബേബി മെറ്റലായിട്ടിരിക്കുന്നത്. ജനലുകൾ LED ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഫോർച്ചിലാണെങ്കിലും നല്ല LED ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട്, വലിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. എല്ലാം നല്ല കൂടിയ ബ്രാൻഡ് ടൈപ്പ് ടൈൽസ്, അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ടൈപ്പ് ഗ്രാനൈറ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നേരെ നമുക്ക് അകത്തേക്ക് കയറാം. ഈ ഡോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കലാണ് ചെയ്തേക്കണം. ഫുള്ള് മരങ്ങൾ തേക്കലാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം മരം വാങ്ങിച്ചിട്ട് അത് അറുത്ത് അത് ഇങ്ങോട്ട് ചെയ്തേക്കണം. കാരണം ഇതൊന്നും ഇതായിട്ട് വാങ്ങിച്ചേക്കുന്നതല്ല. ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ജനൽ നല്ലൊരു വീതി കൂടി വലിയ ജനലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഡബിൾ ഹൈറ്റാണ്. ഇവിടെ നല്ല ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതെല്ലാം നോക്കാം. ഇവിടെയും ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഡൈനിങ് ഹാളാണെങ്കിലും നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത്. വേണ്ട, ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയ ജനലാണ് കൊടുത്തേക്കണേ. ഈ താഴെ തന്നെ സ്റ്റെയറിൻ്റെ താഴെ തന്നെയാണ് കൊടുത്തേക്കണേ. ഇതിൻ്റെ താഴെ ഇതേപോലെ ചെറിയ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ വാഷ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. നല്ലൊരു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാനൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും LED സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും ഇൻറ്റീരിയൽ വർക്കൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് താഴത്ത് 2 ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമാണ്. കണ്ടോ, ജനലുകൾ കാര്യങ്ങളൊക്കെ. ഇവിടെ സിംഗിൾ പാളിയുടെ ജനലാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സിംഗിൾ പാളിയുടെ ജനലാണ്. ഇവിടെ ചെറിയൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മെറ്റീരിയലിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സെറയുടെ ഫിറ്റിങ്സാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ജാഗോറാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂമിൽ കയറി. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഡോറുകളൊക്കെ തേക്കുണ്ട്, നല്ല തേക്കിലാണ് ചെയ്തേക്കുന്നത്. ധൈര്യപ്പെട്ട് നമുക്ക് വാങ്ങിക്കാം ആർക്കാണെങ്കിലും. ഇതും വേണ്ട, ജനലൊക്കെ വലിയ ഫ്രണ്ട് ഭാഗത്ത് വലിയ ജനൽ കൊടുത്തേക്കണം.
ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിലും ഫാൻ അതുപോലെ തന്നെ AC എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും. ഇവിടെ സിംഗിൾ പാളിയുടെ ഒരു ഡോറാണ് കൊടുത്തേക്കണേ. ഇവിടെയും ഉണ്ട് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടൈൽസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നല്ല വലിയ ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം താഴ്ത്ത് കണ്ട് ഇനി നേരെ ഹോള് കിച്ചൺ. ഇനി കിച്ചണാണ് കേട്ടോ, ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലും ഇതുപോലെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണാണ്. 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലാണെങ്കിൽ നല്ല സ്പേസാണ്, വലിയ കിച്ചണാണ് ഉള്ളത് കണ്ടോ. ഇവിടെയും വർക്കുകളൊക്കെ നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ നോക്കിയേ. ഈ കിച്ചൻ്റെ അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് സെക്കൻഡ് കിച്ചണിൻ്റെ ഇവിടെ ഉണ്ടോ, വീണ്ടും സെക്കൻഡ് കിച്ചണാണ്. അതേപോലെ തന്നെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെയുണ്ട്. ഇവിടെയും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം നമ്മൾ അവിടെ നിന്ന് വന്ന് കണ്ട ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്തെ ഏകദേശം ആയി. ഇനിയിപ്പോൾ നമ്മളിത് മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെയർ നല്ല ഗ്രാനൈറ്റിൻ്റെ ഇതായിട്ടേക്കണം. അതുപോലെ തന്നെ ടഫൻ ഗ്ലാസ്സാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഉണ്ട് ഇവിടെ നല്ല മനോഹരമായി തന്നെ എല്ലാ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല വിശാലമായ സ്പേസാണ് ഉള്ളത്. ഈ ഭാഗത്തും ടഫൻ ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴത്ത് 2 ബെഡ്റൂം നമ്മൾ കണ്ടിരുന്നു. ഇവിടെയും ഒരു ബെഡ്റൂം വേണ്ട, വലിയ ബെഡ്റൂമാണ് വേണ്ട, വലിയ ബെഡ്റൂമാണ്. ഇവിടെയും AC കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും വലിയ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കണ്ട. അയ്യോ, അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ 4 ബെഡ്റൂമായി. ഇപ്പോൾ എല്ലാം വലിയ ബെഡ്റൂമുകളാണ്. ഇവിടെ സിംഗിൾ പാളിയുടെ ഡോറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ റൂമിലും സെയിം തന്നെയാണ്. ഇവിടെയും വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ എല്ലാ ബാത്റൂമും ഒരുപോലെ തന്നെയാണ്. ഉണ്ട് വലിപ്പം, അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കിത് തുറക്കാട്ട വേണേ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണി ഉണ്ടോ. ഇവിടെ നല്ല ടഫും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ താഴത്ത് 2 ബെഡ്റൂമുണ്ട്, മുകളിൽ 2 ബെഡ്റൂമുണ്ട്. ഇനി നമുക്ക് ഇവിടെയും നല്ല വിശാലമായ സ്പേസാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, നല്ല സ്പേസാണ് ഉള്ളത്. ജനലിൽ ഇവിടെ 3 പാളിയുടെ ഒരു വലിയ ജനലാണുള്ളത്. ഇവിടെയും ഒരു ജനലുണ്ട്. ഇവിടെയൊക്കെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴത്ത് കൊടുത്തേക്കുന്ന അതേ സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ അയ്യോ ഇവിടെ ഒരു ചെറിയ ബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല വർക്കാണ് ചെയ്തേക്കുന്നത്. ഇത് റൂമാണ്. ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലഗ് പോയിൻറ്റും അതുപോലെ തന്നെ ഒരു പൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെങ്കിൽ അവിടെ വെക്കാം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസാണ്. നേരെ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി
ഒരു നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒരു ബാൽക്കണിയാണ്. കണ്ട, ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാൽക്കണിയാണ്. ഇവിടെ നല്ല സ്പേസാണ് ഉള്ളത്. കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട്. കണ്ടോ, ഇവിടെ ബ്ലാക്ക് ടഫൻ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ. കണ്ടോ, ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാക്കനാടിന് തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ റോഡ്, അതായത് 8 മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജായിട്ട് വീടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ വീടിരിക്കുന്നത് കാക്കനാട് വികാസവാണിക്ക് തൊട്ടടുത്താണ്. നമുക്ക് ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. അതുപോലെ തന്നെ കാക്കനാട് കളക്ട്രേറ്റിലേക്ക് അത്രയും ദൂരം തന്നെ ഉള്ളൂ. നമുക്കിനി എടപ്പള്ളിയിൽ നിന്ന് വരാണെങ്കിലും ഒരു 10 കിലോമീറ്ററിൽ കൂടുതലില്ല. ഇത് മൊത്തം 6.25 സെൻറ്റ് സ്ഥലത്താണ് ഈ വീടിരിക്കുന്നത്. അതുപോലെ തന്നെ 2850 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്ത് 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ മുകളിലും 2 ബെഡ്റൂം, ഹാള്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണർ, എല്ലാം കൊണ്ടും സൗകര്യം തന്നെ. നമുക്ക് പൈപ്പ് കണക്ഷൻ വേണമെങ്കിൽ എടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെ ഇതിൻ്റെ ലൈൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, അതും വേണമെങ്കിൽ എടുക്കാം. വലിയ പ്രശ്നമല്ല, വലിയ ചിലവ് വരുന്നൊരു കാര്യമല്ല ഈ വീടിന്. അതുപോലെ തന്നെ ഇതിൻ്റെ മരങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇത് മൊത്തം തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് മൊത്തം ഇതിൻ്റെ മരങ്ങൾ. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില, ഓണർ ചോദിക്കുന്ന വില 1,85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.